everybody, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. അപ്പം എനിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് പുറത്ത് പോയിട്ട് നമുക്ക് ലൈബ്രറിയിൽ പോയിട്ട് 1-2 പ്രിൻ്റ് ഔട്ട്സ് എടുക്കണം. പിന്നെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു റെഡി ആവുന്നതും എല്ലാം ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. സോ ഫസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ദെൻ ഗോ. ഓക്കെ, അപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി നിന്നാലും നമ്മളെപ്പോഴും ഒരു കൺഫ്യൂഷനിലായിരിക്കും എന്ത് ഡ്രസ്സ് ഇടണമെന്ന്. എൻ്റെ റൂമാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഭയങ്കര മെസ്സാണ്. പിന്നെ വെതർ നോക്കിയപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെപ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോഴായാലും വെതർ നോക്കണതൊന്ന് നല്ലതാണ്. കാരണം പുറത്ത് ഇടയ്ക്ക് മഴയായിരിക്കും, ഇടയ്ക്ക് സ്നോ ആയിരിക്കും, ഇടയ്ക്ക് ചിലപ്പം നല്ലോണം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരിക്കണ ദിവസമായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെതർ നോക്കിയപ്പോൾ ഒരു 4 ഡിഗ്രിയാണ്. സോ നമുക്കങ്ങനെ വലിയ വിൻ്റർ ജാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു ജാക്കറ്റ് ഇടുന്നുണ്ട്. ഞാനൊരു ഫോൾ ജാക്കറ്റാണ് ഇടുന്നത്. ഈ ജാക്കറ്റാണ്. ഓക്കെ, ഈ ജാക്കറ്റ് ഇടുന്നു ഓർ ഈ ജാക്കറ്റ് ഇടുന്നു. ഞാനപ്പോൾ ഈ ഒരു ബ്രൗൺ ടോപ്പാണ് ഇടാൻ പോകുന്നത്. പിന്നെ എനിക്ക് ബ്ലൂ ഡെനിം വൈഡ് ലെഗ് പാൻസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് റെഡി ആവാം. ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ലിപ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെഫോറയുടെ ഒരു ലിപ്പ് ഓയിലാണ് ഇത്. ഞാൻ ഫസ്റ്റ് ബേസായിട്ട് ഇട്ടിട്ടായിരിക്കും അതിൻ്റെ മേലെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കേട്ടോ. ഇതിന് തന്നെ ഒരു ചെറിയൊരു ഷൈൻ ലിപ്പ് ഗ്ലോസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന് തന്നെ ഒരു ചെറിയ ടിൻറ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. മേബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ഷെയ്ഡ് നമ്പർ 11 ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഈ ഒരു ലിപ് ഗ്ലോസിൻ്റെ കൂടെയാണ് ഇടാം. അപ്പോൾ എനിക്കൊരു ഗ്ലോസി കൈൻഡ് ഓഫ് ലിപ്സ് കിട്ടും. അപ്പോൾ യൂഷ്വലി എൻ്റെ ഒരു മേക്കപ്പ് റുട്ടീൻ അല്ലെങ്കിൽ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സ്കിൻ കെയർ ആൻഡ് ദെൻ ലിപ്സ്റ്റിക്ക്. അപ്പോൾ അത്രേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ എനിക്കിന്ന് കുറച്ച് മൂടുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐലൈനർ അത്രയും സമയവും പേഷ്യൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഐലൈനർ ഇതില്ലേ ഞാൻ പോയി വരച്ചിട്ട് വരും. ഞാൻ കണ്ണെഴുതി. ഞാൻ എത്ര എക്സ്പേർട്ടൊന്നുമില്ല കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട്. ഹാൻഡ് ക്രീം, ഒരു നോസ് റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു 3. നമുക്കതിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ മൂക്കുത്തി. കൊള്ളാവും. എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലോ. നമുക്ക് ഈ വാച്ചും കൂടി ജാക്കറ്റും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്. സോ ദാറ്റ്സ് മൈ ഫൈനൽ ലുക്ക്. നമ്മൾ റെഡി ആയിട്ട് ഇനി ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. ഒരു 12 minutes walk ഉണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഓടുന്നത് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വരാൻ ലേറ്റായി. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലൈബ്രറിയിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. നമ്മൾ പ്ലാൻ മാറി ഒരു ത്രിഫ്റ്റ് സ്റ്റോറിലേക്കാണ് പോയത്. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ സാധനങ്ങളൊന്നും കണ്ടില്ല. എത്തി. ഇനി ഒരു 19 മിനിറ്റ് കൂടി നടക്കാനുള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ഒരു ഐഡിയ ആണ് ഒരു ഈവനിങ് വാക്കിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു 900 meters നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കുണ്ട്. ഭയങ്കര ഭംഗിയാണ് ആ പാർക്കും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ സമ്മർ ടൈമിൽ വരും, ഇവിടെ വന്നിരിക്കും. ആൾക്കാർ തിരക്കും കൂടും കേട്ടോ. ഇപ്പോൾ വിൻ്റർ ഒന്ന് കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലേക്കൊക്കെ ഫ്രോസൺ ആയിട്ടാണ് ഇരിക്കണത് ഇപ്പോഴും. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോഫ്രിൽസ് വരെ ഒന്ന് പോയി. തൊട്ടടുത്ത് തന്നെയായിരുന്നു. കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോഫ്രിൽസിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലടിച്ച് വീട്ടിലേക്ക് നടക്കുക. നമുക്ക് കുറച്ച് ഗ്രോസറി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. ഇവിടെ ഗ്രോസറി മേടിക്കുമ്പോൾ ഇറ്റ്സ് നൈസ് ഇഫ് യു പ്രൈസ് മാച്ച്. അപ്പോൾ മിക്ക സ്റ്റോഴ്സിലും നമുക്ക് പ്രൈസ് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊരു ലിസ്റ്റ് ഓഫ് സ്റ്റോഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റോഴ്സിലുള്ള പ്രൈസിനേക്കാളും കുറച്ച് തരുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ
എക്സാമ്പിൾ സ്ട്രോബെറി എടുക്കുകയാണെങ്കിൽ ഇന്നിപ്പം സ്ട്രോബെറി ഞാൻ എടുത്തപ്പം പ്രൈസ് ഇവിടെയുള്ള റേറ്റ് $3.99 ആയിരുന്നു. ബട്ട് വേറൊരു സ്റ്റോറിൽ ഇറ്റ് വാസ് $194. അപ്പോൾ പ്രൈസ് മാച്ച് ചെയ്യുമ്പോൾ ഒരു 193 അല്ലെങ്കിൽ അങ്ങനെയായിട്ട് നമുക്ക് തരും. നമ്മളവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഇന്ന റേറ്റ് ആണെന്ന്. നമ്മളതിന് പ്രൂഫായിട്ട് ഒരു ഫ്ലയറോ ആ സ്റ്റോറിൻ്റെ ഫ്ലയർ എന്തെങ്കിലും നമ്മൾ കാണിക്കണം, ഇന്ന റേറ്റാണ് അവിടെ നിന്നുള്ളതെന്ന്. ആൻഡ് അതിനും വേറെ കുറച്ച് പല സ്റ്റോഴ്സിലും പല കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ സ്റ്റോഴ്സിൻ്റെയും പ്രൈസ് മാച്ചിങ് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറച്ച് സേവ് ചെയ്യാം പൈസ. ഫോർ എക്സാമ്പിൾ പാല്, ഇങ്ങനെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് റേറ്റ് ഡിഫറൻസ് വരും പല സ്റ്റോഴ്സിലും. സോ പ്രൈസ് മാച്ച് ചെയ്യണത് നല്ലതാണ്. പ്രൈസ് മാച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സമയം എടുക്കും. നമ്മളിങ്ങനെ ഭയങ്കര പേഷ്യൻസ് വേണം. നമ്മളിങ്ങനെ ഓരോ സ്റ്റോഴ്സും എടുത്ത് സെർച്ച് ചെയ്ത് അവിടുത്തെ റേറ്റ് നമ്മൾ നോക്കി. ഇപ്പം സ്ട്രോബെറി ഞാൻ എടുത്തപ്പം ഓർഗാനിക്കും ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓഫർ ആസ് ദ സ്റ്റോറിൽ ഓഫർ ഉണ്ടായിരുന്നത് ഓർഗാനിക് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്. ബൈ.